ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്തെത്തും. ബഹിരാകാശ മേഖലയിലെ 1800 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കും. ബിജെപി പദയാത്ര സമാപന സമ്മേളനത്തെയും അഭിസംബോധന ചെയ്യും. 41,000 കോടി രൂപയുടെ റെയിൽവേ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി തുടക്കം കുറിച്ചു. റെയിൽവേ സ്റ്റേഷനുകളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്ന മോദി സർക്കാർ നയം സാധാരണക്കാരായ ജനങ്ങൾക്കുള്ള ആദരമാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സിപിഐ. പ്രശസ്ത ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് അന്തരിച്ചു. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. വിമൻസ് പ്രീമിയർ ലീഗിൽ ഇന്ന് യുപി വാരിയേഴ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരം വിഎസ്എസ്സിയിൽ 1800 കോടി രൂപയുടെ ബഹിരാകാശ അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ബിജെപി കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളിലേക്ക്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നാളെ നടക്കുന്ന ചടങ്ങിൽ ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ട 1800 കോടി രൂപയുടെ 3 അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ശ്രീഹരിക്കോട്ടയിലെ PSLV ഇന്റഗ്രേഷൻ സംവിധാനം, മഹേന്ദ്രഗിരി സെമി ക്രയോജനിക് ടെസ്റ്റ് സംവിധാനം, VSSയിലെ ട്രൈസോണിക് വിൻഡ് ടണൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ ബഹിരാകാശ മേഖലയ്ക്ക് ആഗോള നിലവാരമുള്ള സാങ്കേതിക വിദ്യകൾ ഉറപ്പുവരുത്തുന്ന പദ്ധതികളാണിവ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യ ദൌത്യമായ ഗഗൻയാന്റെ പുരോഗതിയും പ്രധാനമന്ത്രി വിലയിരുത്തും. തുടർന്ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തുന്ന പ്രധാനമന്ത്രി ബിജെപി കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. 1,00,000 പ്രവർത്തകരും സമാപന സമ്മേളനത്തിന്റെ ഭാഗമാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നാളെ ഉച്ചയോടെ തമിഴ്നാട്ടിലേക്ക് തിരിക്കും. മധുരയിൽ നാളെ വൈകുന്നേരം നടക്കുന്ന പരിപാടിയിൽ ഓട്ടോമോട്ടീവ് മേഖലയിലെ MSME സംരംഭകരെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം 2 സുപ്രധാന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. തൂത്തുക്കുടിയിൽ 17,300 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി മറ്റന്നാൾ തുടക്കമിടും. VO ചിദംബരനാർ തുറമുഖത്തിൽ ഔട്ടർ ഹാർബർ ടെർമിനലിന്റെ ശിലാസ്ഥാപനം, ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് ഉദ്ഘാടനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ബുധനാഴ്ച വൈകുന്നേരം മഹാരാഷ്ട്രയിലെ യവത്മാൽ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 4,900 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. PM കിസാൻ പദ്ധതി ആനുകൂല്യങ്ങളും ചടങ്ങിൽ അദ്ദേഹം കൈമാറും. 41,000 കോടി രൂപയുടെ 2000-ഓളം റെയിൽവേ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ രാജ്യത്തിന് സമർപ്പിച്ചു. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 553 റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർവികസനത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. 19,000 കോടി രൂപ ചെലവിലാണ് സ്റ്റേഷനുകൾ നവീകരിക്കുന്നത്. അതിവേഗത്തിലുള്ള പുരോഗതിയിലൂടെ റെയിൽവേ മേഖല തൊഴിലിനും നിക്ഷേപത്തിനും പുതിയ അവസരങ്ങൾ തുറന്നിട്ടതായി പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടെ റെയിൽവേ ബജറ്റ് 45,000 കോടി രൂപയിൽ നിന്ന് 2.5 ലക്ഷം കോടിയായി വർദ്ധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റെയിൽവേ ലൈനുകൾ സ്ഥാപിക്കുന്നതിന്റെ വേഗത ഇരട്ടിയായെന്നും വന്ദേ ഭാരത്, അമൃത് ഭാരത് ട്രെയിനുകൾ റെയിൽവേയെ പൂർണ്ണമായും മാറ്റിമറിച്ചതായും അദ്ദേഹം പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനുകളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്ന നരേന്ദ്രമോദി സർക്കാർ നയം രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്കുള്ള ആദരമാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. വർക്കല ജനതാമുക്കിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചത്. കേരളത്തിന്റെ റെയിൽവേ വികസനത്തിൽ സമാനതകളില്ലാത്ത ഇടപെടലാണ് നരേന്ദ്രമോദി സർക്കാർ നടത്തുന്നതെന്ന് ശ്രീ മുരളീധരൻ ചൂണ്ടിക്കാട്ടി. വൈദ്യശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തൊഴിൽപരമായ നൈപുണ്യത്തിനൊപ്പം മാനുഷിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിന്റെ വാർഷിക ദിനാഘോഷ ബിരുദദാന ചടങ്ങുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ധാർമ്മികതയ്ക്കും ഉയർന്ന മൂല്യങ്ങൾക്കും മുൻഗണന നൽകിയുള്ള പ്രവർത്തനങ്ങളിലൂടെ ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളെ മറികടക്കാമെന്ന ആത്മവിശ്വാസവും ശ്രീമതി മുർമു പങ്കുവച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഐക്യരാഷ്ട്രസഭ സ്ഥിരം പ്രതിനിധികളുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. അങ്കോള, ബഹ്റൈൻ, ബൊളീവിയ, ബോസ്നിയ, ഹെർസഗോവിന, ഇറ്റലി,
പലാവു, പനാമ, സോളമൻ ദ്വീപുകൾ, ഉറുഗ്വേ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. മാറുന്ന ലോകക്രമം, G20 പ്രസിഡൻസി, വോയിസ് ഓഫ് ഗ്ലോബൽ സൌത്ത് ഉച്ചകോടിയുടെ അജണ്ട എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവച്ചതായി ശ്രീ ജയശങ്കർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ CPI പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനും മാവേലിക്കരയിൽ CA അരുൺകുമാറും സ്ഥാനാർത്ഥികളാകും. തൃശൂരിൽ VS സുനിൽകുമാറും വയനാട്ടിൽ ആനി രാജയുമാണ് സ്ഥാനാർത്ഥികൾ. സംസ്ഥാന കൌൺസിൽ യോഗത്തിന് ശേഷം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഡിജിറ്റൽ ഇടങ്ങൾ പൊതു ഇടങ്ങളാണെന്നും സർക്കാർ ഉടമസ്ഥതയിലുള്ള ഡിജിറ്റൽ ഇടങ്ങളെയും ഭിന്നശേഷി സൌഹൃദമാക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭിന്നന്തപുരത്ത് ഭിന്നശേഷിക്കാരുമായി സംവദിക്കുന്ന മുഖാമുഖം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അവയ്ക്കുള്ള പരിഹാരം തുടങ്ങിയവ ചർച്ച ചെയ്യുന്നതിനും പുതിയ നിർദ്ദേശങ്ങൾ സ്വരൂപിക്കുന്നതിനുമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രശസ്ത ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. രോഗബാധയെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിലായിരുന്ന അദ്ദേഹം മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിലാണ് അന്തരിച്ചത്. ചിട്ടി ആയി ഹേ, ചാന്ദി ജൈസ പംഹ, ഏക് താരഫ് ഉസ്കാ ഘർ തുടങ്ങിയവ അദ്ദേഹം ആലപിച്ച വിഖ്യാതമായ ഗസലുകളാണ്. സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കജ് ഉദാസിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJPയുടെ സങ്കൽപ് പത്ര നിർദ്ദേശ ക്യാമ്പയിന് പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദ തുടക്കം കുറിച്ചു. ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ശേഖരിക്കുന്നതിനായി ലക്ഷ്യമിട്ട വികസിത് ഭാരത്, മോദി കി ഗ്യാരണ്ടി രഥങ്ങളും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. അടുത്ത 5 വർഷത്തേക്കുള്ള വികസന അജണ്ടകൾക്കായി നിർദ്ദേശങ്ങൾ ശേഖരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ശ്രീ നദ്ദ പറഞ്ഞു. എക്സൈസ് നയ അഴിമതിയുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് 7ാം തവണയും തള്ളി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. വിഷയം കോടതി പരിഗണനയിലാണെന്നും കോടതിയുടെ തീരുമാനത്തിനായി ED കാത്തിരിക്കണമെന്നും ആം ആദ്മി പാർട്ടി വ്യക്തമാക്കി. ചോദ്യം ചെയ്യലിനായി EDക്ക് മുന്നിൽ ഹാജരാകാത്തതിൽ കെജ്രിവാളിനെതിരെ BJP വിമർശനമുന്നയിച്ചു. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. റാഞ്ചിയിൽ നടന്ന 4ാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 3-1 പരമ്പര സ്വന്തമാക്കിയത്. 2ാം ഇന്നിംഗ്സിൽ 192 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ഇന്ത്യയ്ക്ക് വേണ്ടി രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും അർദ്ധ സെഞ്ചുറി നേടി. പരമ്പരയിലെ അവസാന മത്സരം ധരംശാലയിൽ അടുത്ത മാസം 7-ന് നടക്കും. വിമൻസ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് UP വാരിയേഴ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് UP വാരിയേഴ്സിനെ ബാറ്റിംഗിന് അയച്ചു. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ 7:30 മത്സരം ആരംഭിച്ചത്. ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ട ഇരു ടീമുകൾക്കും ഇന്നത്തെ വിജയം നിർണായകമാണ്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ 2ാം ഘട്ടം തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ തുടരുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് അമ്പലത്തറ, വള്ളക്കടവ് എന്നിവിടങ്ങളിൽ ആയിരുന്നു പര്യടനം. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ യാത്ര ഇന്ന് എത്തിച്ചേർന്നു. മാലാപ്പറമ്പിലാണ് നാളത്തെ പര്യടനം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം ശേഖരിച്ച ഇഷ്ടികകൾ വിവിധ ഭവന പദ്ധതികളിൽ ഉൾപ്പെടുന്നവർക്ക് ഭവന നിർമ്മാണത്തിനായി സൌജന്യമായി വിതരണം ചെയ്യാൻ ഇത്തവണയും തീരുമാനിച്ചിട്ടുണ്ടെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അറിയിച്ചു. ഇഷ്ടിക ആവശ്യമുള്ള ഗുണഭോക്താക്കൾ രേഖകൾ സഹിതം അപേക്ഷകൾ മാർച്ച് 2-നകം മേയറുടെ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്തെത്തും. ബഹിരാകാശ മേഖലയിലെ 1800 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കും. BJP പദയാത്ര സമാപന സമ്മേളനത്തെയും അഭിസംബോധന ചെയ്യും. 41,000 കോടി രൂപയുടെ റെയിൽവേ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി തുടക്കം കുറിച്ചു. റെയിൽവേ സ്റ്റേഷനുകളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്ന മോദി സർക്കാർ നയം സാധാരണക്കാരായ ജനങ്ങൾക്കുള്ള ആദരമാണെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച CPI. പ്രശസ്ത ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് അന്തരിച്ചു. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. വിമൻസ് പ്രീമിയർ ലീഗിൽ ഇന്ന് UP വാരിയേഴ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.